സർ, ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് 853.74 കോടി ഉയർത്തുന്നു. ഇതിൽ KSIDCക്ക് 146 കോടിയും പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷനുള്ള 331.1 കോടിയും കിൻഫ്രയ്ക്ക് 363.81 കോടി ഉൾപ്പെടുന്നു. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര വിവിധോദ്ദേശ ആഴക്കട തുറമുഖത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന വ്യവസായ ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾക്ക് 17 കോടി ഉയർത്തുന്നു. കൂടാതെ ഇതേ ആവശ്യത്തിന് കുറ്റിച്ചലിൽ 50 ഏക്കർ ഏറ്റെടുക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനമായി 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഈ പദ്ധതിക്ക് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനായി കിൻഫ്രയ്ക്ക് ഗ്യാരണ്ടി നൽകി വായ്പയെടുത്ത് 1000 കോടി നിക്ഷേപിക്കുവാൻ പദ്ധതി തയ്യാറാക്കും. 100 കോടി രൂപ ഇതിനായി വകയിരുത്തും. നേരത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന കിഫ്ബി പദ്ധതിക്ക് പുറമെയാണ് സാർ ഇപ്പോൾ 1000 കോടി രൂപയുടെയും കൂടി ഒരു പദ്ധതി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്നത്. സർ, 2 മിനി ഭക്ഷ്യ പാർക്കുകൾ കിൻഫ്ര മുഖേന ഇടുക്കിയിലെ ചെറുതോണിയിൽ മിനി ഭക്ഷ്യ പാർക്ക് സ്ഥാപിക്കുന്നതിന് 4 കോടി രൂപയും എറണാകുളത്ത് കുന്നുകരയിൽ മിനി ഭക്ഷ്യ പാർക്ക് സ്ഥാപിക്കുന്നതിന് 8 കോടി രൂപയും വകയിരുത്തുന്നു. കൊട്ടാരക്കരയിൽ പുതിയ ഇൻ്റഗ്രേറ്റഡ് IT കം ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപയും കൊല്ലത്തെ വ്യവസായ പാർക്കിൻ്റെ വിപുലീകരണത്തിന് 10 കോടി രൂപയും വകയിരുത്തുന്നു. കിൻഫ്ര മുഖേന ഇത് നടപ്പിലാക്കുന്നതാണ്. കണ്ണൂരിൽ പുതിയ മൾട്ടി സെക്ടർ ലോജിസ്റ്റിക് സൗകര്യം സ്ഥാപിക്കുന്നതിന് 2.5 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം എന്നീ ജില്ലകളിലെ 3 വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 9.5 കോടി രൂപ വകയിരുത്തുന്നു. 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്ന പദ്ധതിക്കായി 6 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ലൈഫ് സയൻസ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 35 കോടി രൂപയും മെഡിക്കൽ ഡിവൈസ് പാർക്കിന് 30 കോടി രൂപയും വകയിരുത്തുന്നു. കിൻഫ്ര കൊച്ചിയിൽ സ്ഥാപിക്കുന്ന പെട്രോ കെമിക്കൽ പാർക്കിൻ്റെ കമ്മീഷനിങ് 25-26-27 വിഭാവനം ചെയ്യുന്നു. പ്രസ്തുത പാർക്കിൻ്റെ പൂർത്തീകരണത്തോടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനും ഏകദേശം 10,000 പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. പെട്രോ കെമിക്കൽ പാർക്കിനായി 17 കോടി വകയിരുത്തുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പ്രവർത്തന ലാഭം നേടാൻ പ്രാപ്തമാക്കി. 2021-22 12 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തന ലാഭം ഉണ്ടാക്കിയപ്പോൾ 24-25-22 വർദ്ധിച്ചു. സർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനവും പുനരുദ്ധാനവും പദ്ധതിക്കായി ഒഴിവാക്കാനാവാത്തതും ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളതായ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ഉൾപ്പെടെ സമഗ്ര സാമ്പത്തിക പുനർരൂപീകരണ പദ്ധതിക്കായിട്ട് 294.60 കോടി രൂപ വകയിരുത്തുന്നു. കെമിക്കൽ മേഖലയിൽ ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡിനായി 4.8 കോടി, മലബാർ സിമൻസിന് 6 കോടി, ട്രാവൻകൂർ ടൈറ്റാനിയം പ്ലസിന് 19.6 കോടി, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് 5 കോടി, ഓങ്കോളജി ഫാർമ പാർക്ക് സ്ഥാപിക്കുന്ന 10 കോടിയും വകയിരുത്തുന്നു. ഇലക്ട്രോണിക്സ് കോർപ്പറേഷനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷനായി 20.15 കോടിയും കെൽട്രോൺ കമ്പോണൻറ്റ് കോംപ്ലക്സിനായി 6 കോടിയും വകയിരുത്തുന്നു. സർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രക്കടലാസ് നിർമ്മാണ സ്ഥാപനമായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് 3.5 കൊല്ലത്തിലേറെ നീണ്ട അടച്ചുപൂട്ടലായിരുന്നു. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാർ വിറ്റഴിച്ച ഈ സ്ഥാപനം കേരള സർക്കാരിൻ്റെ സഹായത്തോടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് മുന്നേറി രാജ്യത്തെ തന്നെ മുൻനിരയിലേക്ക് നീങ്ങുകയാണ്. സർ, ഇത് ഇന്ത്യയുടെ പൊതുമേഖലാ വ്യവസായ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത കാഴ്ചയാണ്. കേരള പേപ്പർ പ്രൊഡക്റ്റിനായിട്ട് 15 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും ആധുനികവൽക്കരണത്തിനുമായി 741 കോടി രൂപയുടെ ബൃഹത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ സർക്കാർ വിഹിതമായി 175 കോടി രൂപ അനുവദിക്കുന്നു. സർ, കെൽട്രോണിൻ്റെ പരിധിയിൽ ഇലക്ട്രോണിക് ഹബ്ബ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രോണിക് പാക്കേജ് ടെസ്റ്റിംഗ് സൗകര്യം ഒരുക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾ. സർ, പരമ്പരാഗത വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഫലപ്രദമായ വിതരണം തന്ത്രം എന്നിവയിൽ അധിഷ്ഠിതമായ പരിപാടികളാണ് ഏറ്റെടുക്കുന്നത്. ഇതിലൂടെ ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും തൊഴിലും ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് വിഹിതം 242.34 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കരകൗശല മേഖല 32 വ്യത്യസ്ത ഇനം കരകൗശല വാണിജ്യ വസ്തുക്കളിൽ നിന്നും പ്രവർത്തിക്കുന്ന കരകൗശല മേഖലയ്ക്കായി 4.34 കോടി രൂപ വിലയിരുത്തുന്നു. മുള വ്യവസായത്തിന് 1.5 കോടി രൂപ. കൈത്തറി 2026-27 ബജറ്റിൽ കൈത്തറി പവർലൂം മേഖലയ്ക്ക് കീഴിൽ മാർക്കറ്റിംഗ്, കയറ്റുമതി പ്രോത്സാഹനം, ആധുനികവൽക്കരണം തുടങ്ങിയ വിവിധ മേഖലകൾക്കായിട്ട് നെയ്ത്തുകാർക്ക് സൗകര്യങ്ങൾ കൊടുക്കുന്നതിനായിട്ട് 59 കോടി രൂപ വകയിരുത്തുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൽ മോഡേണൈസേഷൻ എന്ന പദ്ധതിക്ക് പ്രാരംഭമായിട്ട് 1 കോടി വകയിരുത്തുന്നു. ഹാൻഡെക്സ് പുനരുജ്ജീവന പാക്കേജിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് വായ്പ അവരുടെ ഓഹരി പങ്കാളിത്തത്തിനായി 5.3 കോടി രൂപ വകയിരുത്തുന്നു. നെയ്ത്തുകാർക്കും അനുബന്ധ തൊഴിലാളികളുള്ള പ്രോത്സാഹന പരിപാടി. കൈത്തറി സംഘങ്ങളുടെയും പ്രീലൂം പ്രവർത്തനങ്ങൾ, സ്പിന്നിങ്, നെയ്ത്ത്, ഡൈയിങ്, പ്രിൻറ്റിങ്, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയ്ക്കായിട്ട് 4 കോടി രൂപ. ടെക്സ്പെർട്ടിൻ്റെ കീഴിലുള്ള മില്ലുകൾക്ക് 7 കോടി രൂപ ഇങ്ങനെ വകയിരുത്തുന്നു. കശുവണ്ടി മേഖല. സർ, ഫാക്ടറികളുടെ ആധുനികവൽക്കരണത്തിനും യന്ത്രവൽക്കരണത്തിനും വിപണന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനത്തിനും കൃഷി വിപുലീകരിക്കുന്നതിനും സംസ്കരണ യൂണിറ്റുകൾക്ക് കുറഞ്ഞ ചെലവിൽ അസംസ്കൃത കശുവണ്ടി ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി കശുവണ്ടി മേഖലയ്ക്ക് 56 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പൊതുമേഖലാ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾക്ക് അസംസ്കൃത വസ്തുക്കൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നതിന് റിവോൾവിംഗ് ഫണ്ടായി കേരള കശുവണ്ടി ബോർഡിന് 41 കോടി രൂപ വകയിരുത്തുന്നു.
കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന് 4.5 കോടി രൂപയും കാപ്പെക്സിന് 3.5 കോടി രൂപയും കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് കൾട്ടിവേഷന് 7 കോടി രൂപയും വകയിരുത്തുന്നു.